ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പ്രിയ പ്രേക്ഷകരെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ വചന വിചിന്തനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം ദൈവപിതാവിങ്കിലേക്കുള്ള വഴിയാണ് യേശു കർത്താവ് എന്ന് അസന്നിഗ്ധമായി സുവിശേഷകനായ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവസ്നേഹ ചൈതന്യത്തെക്കുറിച്ചും ആത്മീയ ജീവിതം നയിക്കുന്നതിലൂടെയാണ് സുവിശേഷ പ്രഘോഷകരാകേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഏതാനും ചില വാക്യങ്ങളിലേക്ക് എത്തുകയാണ്. 28-29 വാക്യങ്ങൾ നമുക്ക് വിചിന്തനത്തിന് വേണ്ടി ഈ എപ്പിസോഡിൽ പഠിക്കാം. ആ വചനഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കൈകളിൽ ബൈബിൾ കരുതിയിട്ടുള്ള എല്ലാവരും എടുത്തു നോക്കണം കേട്ടോ. 14-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ഈശോ അസന്നിഗ്ധമായി തൻ്റെ മരണത്തെക്കുറിച്ചും ദൈവപിതാവിങ്കിലേക്കുള്ള മടക്കത്തെക്കുറിച്ചും തൻ്റെ ശ്ലീഹന്മാരെ ഓർമ്മപ്പെടുത്താണ്, പറയുകയാണ് അവരോട്. അത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം അസ്വസ്ഥമായി, മനസ്സ് കലങ്ങി, സങ്കടം വന്നു. അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്നൊക്കെ പറഞ്ഞ 14-ാം അധ്യായം തുടങ്ങിയത് തന്നെ നമ്മൾ പഠിച്ചതാണല്ലോ. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാണ്, ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കേട്ടില്ലേ നിങ്ങൾ? ഈശോ ചോദിക്കുക, നിങ്ങൾ കേട്ടതല്ലേ ഇത്? എന്നിട്ട് അവൻ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നത് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ സങ്കടപ്പെടുക. നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, കാരണം ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോകുന്നേ. ചരമപ്രസംഗങ്ങൾ നടത്താറുണ്ട് പലയിടങ്ങളിലും. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും എൻ്റെ സ്നേഹിതർക്ക് വേണ്ടിയും ബന്ധുമിത്രാദികളുടെയും അറിയുന്ന മറ്റ് പലരുടെയും മരണത്തിൽ അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും കൂടെയുള്ളവരെയും ഒക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശവസംസ്കാരത്തിൻ്റെ സമയത്ത് ശവമടക്കിന് ചരമപ്രസംഗം നടത്താറുണ്ട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. പ്രിയപ്പെട്ടവർ വേർപാടിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി, ഇടിഞ്ഞ മനസ്സുമായി, വലിയ നിരാശയോടും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ നിൽക്കുന്നവരാ ചുറ്റുമുള്ളവർ. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും കരയുന്നത് കണ്ടാൽ പെട്ടെന്ന് എനിക്കങ്ങ് സങ്കടം വരും. ആരെങ്കിലും കരയുന്നത് കണ്ടാൽ അങ്ങ് സങ്കടം വരും. ചിലപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഞാൻ നേരിട്ടറിയുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ ശവസംസ്കാരത്തിൻ്റെ ചടങ്ങിന് വേണ്ടി പോയി നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ആരുടെയെങ്കിലുമൊക്കെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അവരുടെ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ മരിച്ചു എന്നറിഞ്ഞിട്ട് ശവസംസ്കാര ചടങ്ങുകൾ ചെന്ന് നിൽക്കുമ്പോൾ അവർ കരയുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ന്യായമാണ്, മനുഷ്യന് സങ്കടങ്ങളുണ്ടാകും. എന്നാൽ ഈശോ പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നേ. അതുകൊണ്ട് നിങ്ങളെന്തിനാ സങ്കടപ്പെടുന്നേ? നിങ്ങൾ സന്തോഷിക്കണം. സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്ന വ്യക്തികൾക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ കൂടെയുള്ളവർക്ക് സങ്കടം തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്താണ്, ആ വ്യക്തി മരിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കലേക്കാ പോയേക്കണേ. അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട.
ആശ്വാസത്തിൻ്റെ വാക്കുകളായിട്ടോ ഇത്. ഈ വാക്കുകൾ നമ്മൾ ചരമപ്രസംഗങ്ങളിൽ ധാരാളം കേട്ടിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ, ഞാനും നിങ്ങളും തിരിച്ച് മരിച്ച് ഇല്ലാതാവുകയല്ല നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയുന്നത് അങ്ങനെയല്ലേ, മരിച്ച് മണ്ണോട് മണ്ണായിത്തീരുന്നു. എന്നതാ ഈ മരിച്ച് മണ്ണോട് മണ്ണായിത്തീരുന്നത്? നമ്മുടെ ഈ ശരീരമാണ്. ഈ ശരീരം എന്നതാ? ദൈവം ഏദൻ തോട്ടത്തിൽ കളിമണ്ണെടുത്തുണ്ടാക്കിയ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ് മണ്ണിൽ ലയിച്ചു തീരുന്നത്. പക്ഷെ അവൻ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസമൂതി അവൻ ജീവാത്മാവിനെ തന്നിരുന്നു. പ്രവേശിപ്പിക്കപ്പെട്ട ആ ആത്മാവ് ദൈവത്തിങ്കലേക്കാണ് പോകുന്നത്, മരിച്ച് ദൈവത്തിങ്കലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഓർക്കുക, പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ ദുഃഖമുണ്ടാകും, സങ്കടമുണ്ടാകും. പക്ഷേ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് മരിച്ചയാൾ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു, ദൈവത്തെ മുഖാഭിമുഖം കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതിനാൽ ഞാനും നിങ്ങളും തിരിച്ചറിയാം, സഹനം മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്, ഇല്ലേ? എന്ന് പറഞ്ഞാൽ നിരന്തരമായി സഹനങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് പലപ്പോഴും മനുഷ്യർക്ക് ദുഃഖത്തിനും അസ്വസ്ഥതയ്ക്കും കാരണമായി തീരുന്നുണ്ട്. എന്നാൽ അവയെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനും നേരിടുവാനും സാധിച്ചാൽ ആ ദുഃഖം സന്തോഷമായി മാറണമെന്ന് ഈശോ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവരാകരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രശസ്തമായ വാക്കുകളുണ്ടല്ലോ, ക്രിസ്ത്യാനികൾ ഒരിക്കലും ശവോടക്കിന് പോയി തിരിച്ചു വന്നവരെ പോലെ കലങ്ങിയ കണ്ണുകളുമായി ജീവിക്കുന്നവരാകരുത്. നിങ്ങൾ ഉദ്ധാനത്തിൻ്റെ മക്കളാണ്, പ്രത്യാശയുടെ മക്കളാണ്. ദുഃഖവെള്ളിയിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് ഈസ്റ്ററിൻ്റെ സന്തോഷത്തിലേക്ക് ഉയർപ്പിക്കപ്പെടുന്നവരാണ് എന്ന ബോധ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കണം. പുഞ്ചിരിക്കുന്ന പാപ്പ എന്നൊരു പക്ഷേ വിളിക്കേണ്ടി വരും. ഈ അടുത്ത നാളുകളിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട് കർദിനാളന്മാരെ വാഴിക്കുന്ന ഒരു ചടങ്ങിൽ അതിൻ്റെ ലൈവ് കമൻട്രി കൊടുത്തുകൊണ്ട് ചാനലിരിക്കുമ്പോൾ ചാനലിൻ്റെ ആങ്കർ എന്നോട് ചോദിച്ചു, അച്ഛാ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുമ്പോഴൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ടല്ലോ, അച്ഛൻ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഈ അടുത്ത ദിവസങ്ങളിലാണ് കേട്ടോ. അപ്പം ഞാൻ അവരോടും അവരിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരോടും പറഞ്ഞതാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരുപക്ഷെ പുഞ്ചിരിക്കുന്ന പാപ്പ എന്ന് നാമകരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനോടകം പലരും അങ്ങനെ പറയുന്നുമുണ്ട് കേട്ടോ. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പുഞ്ചിരിയോടുകൂടിയ, സന്തോഷത്തോടുകൂടിയ, ഒരു പോസിറ്റീവ് വൈബ് കൂടെയുള്ള മറ്റുള്ളവർക്ക് നൽകുന്നു. അങ്ങനെ ആകണം നമ്മളൊക്കെ. ചാർലി ചാപ്ലിൻ എന്നു പേരുള്ള വിഖ്യാതനായ കൊമേഡിയനായ ഒരു സിനി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, ഒരു ചിരി കൊണ്ട് ഒരു ഫോട്ടോ നന്നാക്കാൻ പറ്റുമെങ്കിൽ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന ജീവിതം തന്നെ നന്നാക്കാൻ പറ്റിയല്ലേ? ശരിയല്ലേ ആ ചിന്ത? ഒരു ചിരി കൊണ്ടൊരു ഫോട്ടോ നന്നാക്കാൻ പറ്റുമെങ്കിൽ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് സ്മൈൽ പ്ലീസ്, ചിയേഴ്സ്, ചിരിപ്പിക്കും. ചിരിച്ചാൽ അല്പം സന്തോഷമുള്ള ഒരു മുഖം പ്രസന്നവദനമായ രീതിയിൽ കിട്ടും, ഫോട്ടോ മനോഹരമാകും. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാൽ ജീവിതം സന്തോഷകരമായി നമുക്ക് അനുഭവിക്കാൻ പറ്റിയല്ലേ? നമ്മൾ മറ്റുള്ളവരിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് എന്താണ്? നെഗറ്റീവ് എനർജിയാണോ പോസിറ്റീവ് എനർജിയാണോ? അത് സമൂഹത്തിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, വ്യക്തിബന്ധങ്ങളിലാകട്ടെ. സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ മുമ്പിൽ പുഞ്ചിരിയോടെ ജീവിക്കാൻ പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നിങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടോ പ്രതിസന്ധികളില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. പരാജയങ്ങളും തടസ്സങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളും ഉണ്ട്. എന്നാലും മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ പ്രസന്നവദനരായി ഇരിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതണേ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വലിയ ഗിഫ്റ്റുകൾ കൊടുക്കാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല, ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പറ്റിയല്ലേ? അപ്രകാരമുള്ള ഒരു ജീവിതമാണ് പലപ്പോഴും ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്നാണ് എനിക്ക് തോന്നുക. ഇത് ദുഃഖം മനസ്സിലാക്കി ആ ദുഃഖം മാറാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്നവരാകുക.
ക്രൈസ്തവർ മനുഷ്യരെന്ന നിലയിൽ വിവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരും സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ മധ്യേ ജീവിക്കുന്നവരുമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. സഹനത്തെപ്പറ്റിയുള്ള ശരിയായ വീക്ഷണം, വിശ്വാസത്തിൽ നിന്നുളവാകുന്ന വീക്ഷണം എന്ന് പറയുന്നത് ക്രൈസ്തവർക്കുണ്ടാകണം. അത് പ്രത്യാശയുടേതാണ്, നിരാശയുടേതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ദുഃഖങ്ങളും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തിയാക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണ് അത് എന്ന്, ആത്യന്തികമായി നമ്മുടെ മഹത്വത്തിന് കാരണമാകുമെന്നുമുള്ള വിശ്വാസം അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാനും നേരിടാനും നമ്മെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുക. സന്തോഷത്തോടെ ഇരിക്കണം. എൻ്റെ ഈ സഹനം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നു എന്ന തരത്തിൽ സബ്ലിമേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെയാണ് സഹനം അനുഗ്രഹമായി മാറുന്നത്, സഹനം രക്ഷാകരമായി തീരുന്നത് എന്നാണ് എനിക്ക് തോന്നുക. സഹനങ്ങളിൽ ദുഃഖിച്ചു കഴിയേണ്ടവരല്ല, ഈ സഹനങ്ങളെ നേരിടാനുള്ള പ്രത്യാശയുള്ളവരായി ജീവിക്കുക. അതോടൊപ്പം സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി സഹനങ്ങളെ സന്തോഷത്തോടെ നേരിടുവാൻ അവരെ സഹായിക്കുവാനും ക്രൈസ്തവരായ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. ഈ കടമ നമ്മളെ അനുദിനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ തിരുവചന ഭാഗം 28, 29 വാക്യങ്ങളിലൂടെ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സഹനങ്ങൾ ഉണ്ടാകും, പക്ഷേ സഹനങ്ങളിൽ നിരാശരാകരുത്. കാരണം ദുഃഖവെള്ളിയിൽ അവസാനിക്കാനുള്ളതല്ല ജീവിതം എന്ന് പറയുക. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു വാലി ഉണ്ട്, ഒരു താഴ്വാരമുണ്ട്. താഴ്വാരങ്ങളിലൂടെ നടന്ന് നമുക്ക് കുന്നുകളിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഉയർച്ച താഴ്ചകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സുഖദുഃഖങ്ങളെ തിരിച്ചറിഞ്ഞ് നഷ്ടധൈര്യരാകാതെ പ്രത്യാശയോടുകൂടെ മുൻപോട്ട് പോകാൻ നമ്മളെ സഹായിക്കും ദൈവത്തിലുള്ള പ്രത്യാശ, ദൈവത്തിലുള്ള ആശ്രയബോധം. അതാണ് വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ചിലപ്പോഴെങ്കിലുമൊക്കെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മിക്കവാറും എന്നോണം ആത്മഹത്യയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നത്. ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത നെഗറ്റിവിറ്റിയുടെ ഒരു പ്രശ്നമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുക. പുറത്തു പറയാൻ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഒരു പക്ഷേ അതെല്ലാം എന്നെ നിരാശയിലേക്ക് നയിക്കുന്നുണ്ട് എങ്കിൽ, ആത്മവിശ്വാസം ചോർന്നു പോകുമ്പോഴാണ് ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത്. അവസാനിപ്പിക്കാനുള്ളതല്ല ദൈവം തന്ന ജീവൻ. അത് ദൈവം വിളിക്കുന്നത് വരെയും ധീരോചിതമായി വീരോചിതമായി ജീവിക്കാനുള്ളതാണ്. ഈ ഒരു ചിന്ത ഒരിക്കലും മറന്നു കളയരുത് കേട്ടോ. നിരാശകൾ ഉണ്ടായേക്കാം, അത് മൊമെൻ്ററി ആണ്, താൽക്കാലികമാണ്, നൈമിഷികമാണ്. ഈ നൈമിഷികതയൊക്കെ അതിജീവിച്ച് നിരന്തരം നിലനിൽക്കുന്ന പ്രത്യാശയിലേക്ക് വളരാനാണ് ഈശോ നമ്മളെ വിളിക്കുന്നത്, നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളുടെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് 30-31 വാക്യങ്ങളാണ്. ആ വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ ഒരധികാരവുമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നെന്നും ലോകമറിയണം. എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാൻ ഇനി കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന കർത്താവിൻ്റെ വാക്കുകളോടെയാണ്. എന്തുകൊണ്ടാണ് ഇനി കൂടുതൽ സംസാരിക്കാത്തത് എന്ന് യേശു വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, അത് എന്നെ കുരിശിലേറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, പിതാവിൻ്റെ ഹിതം എന്താണ് എന്ന് പുത്രൻ മനസ്സിലാക്കിയിരുന്നു.
ഗത്സമൻ തോട്ടത്തിൽ വലിയൊരു സംഘർഷം ഈശോ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം മരിക്കണോ വേണ്ടയോ എന്ന സംഘർഷം. വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പുറത്തു വന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. വലിയ വേദനയിലൂടെ, സംഘർഷത്തിലൂടെ കർത്താവ് കടന്നു പോവുക. വലിയ മനോവ്യഥയാണ് കർത്താവ് അനുഭവിച്ചത്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടമല്ല. ഇപ്രകാരം ദൈവഹിതത്തിന് മുമ്പിൽ തലകുനിച്ചു കൊടുക്കാൻ, ആമേൻ പറയാൻ സാധിക്കുമ്പോഴാണ് ദൈവഹിതത്തിന് കീഴടങ്ങിയവരായി ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ക്രൈസ്തവൻ്റെ ജീവിതത്തിലും ശുശ്രൂഷാ തലങ്ങളിലും തിന്മയുടെ ശക്തികളുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാം. സ്വാഭാവികമാണ് കേട്ടോ. ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, അച്ഛാ, ഞാൻ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോഴാണ് കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. നവീകരണത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് പൈശാചികമായ ഒത്തിരിയേറെ തിന്മകളിലേക്ക് വീണാനിട വരുന്നത്. ഇതൊരു നിരന്തരമായ യുദ്ധമാണ് കേട്ടോ. ഇറ്റ്സ് എ വാർഫെയർ എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ നിരന്തരമായ ഒരു യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പിശാച് നമ്മളെ എല്ലാവരെയും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദുഷ്ടശക്തികൾ ഒരു നിഴൽ പോലെ നമ്മുടെ പുറകെ ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് റംശ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, തൊഴുത്തിൻ മുറ്റത്ത് ഉറങ്ങാത്ത കാവൽക്കാരനെ പോലെ ഇരിക്കാൻ. ആടുകൾക്ക് വേണ്ടി ഉറക്കൊഴിയുന്ന ഇടയനാകാനുള്ള വിളി. പിശാചിൻ്റെ പൈശാചിക കുടിലതന്ത്രങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിളി. കർഷകൻ കൃഷിസ്ഥലത്ത് വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് പണിക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. അവർ വിത്ത് വിതച്ചു, തിരിച്ചു വന്നു, രാത്രി കിടന്നുറങ്ങി. രാവിലെ ചെന്ന് നോക്കിയപ്പോൾ വിത്തുകളോടൊപ്പം കളകളും സ്പ്രൗട്ടപ്പ് ചെയ്തിരിക്കുന്നു, മുളച്ചു വന്നിരിക്കുന്നു. അവർ ചെന്ന് ചോദിക്കുന്നത്, ആരാ ഈ കളകൾ വിതച്ചത്? നമ്മൾ നല്ല വിത്തുകൾ മാത്രമല്ലേ വിതച്ചുള്ളൂ. യജമാനൻ പറയുന്നുണ്ട്, കർഷകൻ പറയുന്ന കാര്യം എന്താ? ഇത് ശത്രു ചെയ്ത പണിയാണ്. ശത്രു ശക്തിയുള്ളവനാട്ടോ. ശത്രുവിൻ്റെ ശക്തിയെ വില കുറച്ച് കണ്ടേക്കരുത്. ഓവർ കോൺഫിഡൻസ് വേണ്ട കേട്ടോ. നമ്മളെല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൈശാചിക തിന്മകൾക്കെതിരെ, ശക്തിക്കെതിരെ നിരന്തരം പോരാടണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങൾ ധരിക്കണം നമ്മൾ. ആത്മാവിൻ്റെ ബ്ലെസ്സിങ്സ്, ആത്മാവിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് ആത്മാവിൻ്റെ ഗിഫ്റ്റ്, ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് ആത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അങ്ങനെ ആത്മീയ ശക്തിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടത്. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ തിന്മയുടെ ശക്തികൾക്കെതിരായുള്ള സമരം സഭാജീവിതത്തിൻ്റെ തന്നെ ഒരു നിരന്തര പ്രതിഭാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഇന്നും ഇന്നലും ഒന്നും തുടങ്ങിയതൊന്നും അല്ല കേട്ടോ. ചിലരെങ്കിലുമൊക്കെ വലിയ വിഷമത്തോടുകൂടെ പറയാറുണ്ട്, അച്ഛാ, എന്താ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ സഭയുടെ ആത്മീയ കൂട്ടായ്മയല്ലേ, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സഭയിലുണ്ടാകുന്നത്? നല്ലൊരു ഉദാഹരണം ഉണ്ടല്ലോ. ഗനസറത്ത് നദിയിൽ ഈശോയോടൊപ്പം ശിഷ്യന്മാർ വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നതും തിരമാലകൾ ആഞ്ഞടിക്കുന്നതും ശിഷ്യന്മാർ വെപ്രാളത്തിൽ കരഞ്ഞു വിളിക്കുന്നതും, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഉണർന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന കർത്താവിനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞ, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാ മനസ്സിൽ ശങ്കിച്ചത്? സഹോദരങ്ങളെ, ഓർത്തിരിക്കുക, ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും ഒക്കെ സഭാജീവിതത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന, ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇതൊന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇപ്രകാരം തിരമാലകൾ ആഞ്ഞടിക്കുന്ന, കൊടുങ്കാറ്റാഞ്ഞടിക്കുന്ന വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴും വള്ളത്തിൽ വെള്ളം കടക്കാതെ കാത്തു സംരക്ഷിക്കാൻ നിന്റെ കർത്താവ് അമരത്തുണ്ട് എന്ന് നീ തിരിച്ചറിയുക. കൈവിടുന്നവനല്ല യേശു കർത്താവ്. വിളിച്ചു കൊണ്ടുവന്നിട്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ കൂടെ നടക്കുന്നവനാണ്, ചേർന്നു നടക്കുന്നവനാണ്. അവനോട് ചേർന്ന് നടക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഈ സഹനങ്ങൾ കണ്ട്, പ്രതിസന്ധികൾ കണ്ട്, പരാജയങ്ങൾ കണ്ട്, വേദനകളും വിഷമങ്ങളും രോഗങ്ങളും കണ്ട് നിരാശപ്പെട്ടേക്കരുതെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട്
ദൈവത്തിൻ്റെ സഭയ്ക്കെതിരായി നരകവാതിലുകൾ പ്രബലപ്പെടുകയില്ല എന്ന മിശിഹായുടെ പ്രഖ്യാപനം ഇന്നും സഭയിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് കേട്ടോ അത്. ബൈബിള് കരുതിയിട്ടുള്ളവർക്ക് ആ വചനം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ. വചനം എത്ര മനോഹരമായിട്ടാണ് നമ്മളെല്ലാവരെയും ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി 16-ാം അധ്യായം 18-ാം തിരുവചനം. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നാരകീയമായ ശക്തികൾ നമുക്കെതിരെ ഇങ്ങനെ ആവർത്തിച്ച് അലയടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ നരകശക്തിക്കെതിരായി സഭയെന്നും പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങളോടെ യുദ്ധം ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ തിരിച്ചറിയുക, ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ മിശിഹ എന്ന യാഥാർത്ഥ്യത്തിലൂടെ ജീവിക്കുമ്പോൾ സഭയ്ക്കെതിരായി നാരകീയ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ അടിപതറാൻ ദൈവം അനുവദിക്കുകയില്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ ദൈവം നമ്മളെ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയുക. ദൈവികമായ കൃപാവരങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ശിക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പരീക്ഷണങ്ങളുടെ കാലഘട്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ശിക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ്? കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ, മക്കളെ മാതാപിതാക്കൾ ശിക്ഷിക്കാറുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ. അത് ശിക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷണം നൽകുന്നത് അവർ കൃത്യതയോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയും. അത് മാതാപിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, മുതിർന്ന മറ്റാരുമായിക്കൊള്ളട്ടെ, വൈദികരാകട്ടെ, സന്യാസിനികളാകട്ടെ, മറ്റുള്ളവരോട് ശിക്ഷണത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ അല്പം കൂടെ മെച്ചപ്പെട്ടവരാക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അർത്ഥം. അതവർക്ക് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്ന് നീ തിരിച്ചറിയണം കേട്ടോ. ദേഷ്യമുള്ളത് കൊണ്ടല്ല ശിക്ഷണം നൽകുന്നത് കേട്ടോ, സ്നേഹമുള്ളത് കൊണ്ടാണ്. നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ അയലോക്കത്തുള്ള ചേട്ടനോ ചേച്ചിയോ നിന്നെ അടിക്കുകയല്ല, മറിച്ച് നിന്നെ ശിക്ഷിക്കുകയല്ല, മറിച്ച് നിന്റെ അപ്പനോ അമ്മയോ നിന്നെ ശകാരിക്കും, നിന്നെ ശിക്ഷണത്തിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കാരണം എന്താ? അവർക്കാണ് നിന്നോട് സ്നേഹം കൂടുതലുള്ളത് എന്ന കാരണത്താല. ആർക്ക്? അടിക്കാത്ത അയലോക്കംകാരനല്ല, ശിക്ഷിക്കാത്ത നിന്റെ മാതാപിതാക്കൾക്ക് നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് എന്ന് നീ തിരിച്ചറിയണം സഹോദരങ്ങളെ. അതുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായും അജപാലനപരമായും തിന്മയുടെ ശക്തികളുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ധൈര്യപൂർവ്വം ചെറുത്തു നിൽക്കാനും വിജയം വരിക്കാനും ക്രൈസ്തവർക്ക് കഴിയണം. ഈ ഇപ്രകാരമുള്ള ഏറ്റുമുട്ടലുകളിൽ ധൈര്യത്തോടെ എന്ന് പറയുമ്പോൾ കർത്താവിലുള്ള ആശ്രയത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ചെറുത്തു നിൽക്കാനും വിജയം വരിക്കാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത് സാധ്യമാകണമെങ്കിൽ ഉദ്ധിതനായ മിശിഹായിലുള്ള സഭയുടെ വിശ്വാസം എല്ലാവരും ആഴത്തിൽ ജീവിക്കുന്നവരാകണം. ഉദ്ധിതനായ കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിലാണ്. ആ വചനം പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് സ്ക്രീനിലേക്ക് നോക്കാമോ? വായിക്കാൻ പറ്റുന്നുണ്ടാകും. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങൾ വളരെ മനോഹരമായി യോഹന്നാൻ ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. ഈശോയുടെ കൂടെ 3 വർഷക്കാലം നടന്ന വത്സല ശിഷ്യനെന്ന് തന്നെ വിളിക്കുന്ന യേശു കർത്താവിനെ കുറിച്ചുള്ള സ്നേഹത്തിൽ നിന്നും യോഹന്നാൻ എഴുതി വെക്കുക, ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം.
ലോകത്തെ അതിജീവിക്കാൻ, അന്ധകാര ശക്തികളെ അതിജീവിക്കാൻ വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് എന്നാണ് യോഹന്നാൻ ശ്ലീഹ ചോദിക്കുന്നത്. വേറെ ആർക്കും ഈ ലോകത്തെ ജയിക്കാൻ പറ്റുകയില്ല. ആർക്കാ പറ്റുന്നേ? ഈശോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നവനാകണം. സഹോദരങ്ങളെ, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുക വിശ്വാസമാണ്. വിശ്വസിക്കുന്നവരാവുക, യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുകയും ദൈവപുത്രനായ യേശു കർത്താവിലുള്ള വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ആ വിശ്വാസം ജീവിക്കുകയും ചെയ്യുന്നവരാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ രക്ഷയുടെ പാതയിലാണ് നയിക്കുന്നത്. വിശ്വാസ പരിശീലനം, കാറ്റക്കിസം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ തയ്യാർ ചെയ്തപ്പോൾ ഒരു ചർച്ച, ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ പൊതുവേ ഉണ്ടായത്, ഈ സീരീസിന്, വിശ്വാസ പരിശീലനത്തിൻ്റെ സീരീസ് ഓഫ് ടെക്സ്റ്റിൽ എന്ത് വിളിക്കണം? രക്ഷയുടെ പാതയിൽ എന്ന ടൈറ്റിലാണ് കൊടുത്തത്. നമ്മളെ എല്ലാവരെയും രക്ഷാകരമായ വഴികളിലൂടെ നയിക്കാൻ കർത്താവിലുള്ള വിശ്വാസം കാരണമായി തീരും. ഈ വിശ്വാസം നഷ്ടപ്പെടാത്തവരായി രക്ഷയുടെ പാതയിൽ ചരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.